വസിച്ചിടുവാൻ കൃപയേകിടണേ. ഭിന്നതവിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിടണേ. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ കൃപയേകിടണേ. ഭിന്നതവിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിടണേ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ദൈവത്തിന് വചനമായ ഒരു ദിവസം കൂടി സഭയുടെ മുമ്പാകെ നിൽക്കാൻ പരിവനായ ദൈവം തന്ന മഹാഭാഗ്യത്തെ ഞാൻ നന്ദി പറയുന്നു. നമുക്ക് ഇന്നത്തെ വചനത്തിലേക്കായിട്ട് നമുക്ക് വേദഭാഗം എടുക്കാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെ എത്ര പെട്ടെന്ന് നമുക്ക് ഒരാൾക്ക് വായിക്കാം. നമ്മൾ വായിച്ച ആദ്യത്തെ വചനം, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ഇവിടെ നമ്മൾ ഒരു വാക്ക് വായിക്കുന്നു, അനന്തരം. അനന്തരം എന്ന് വെച്ചാൽ അതിനുശേഷം എന്നാലല്ല അല്ലാത്തവന്റെ അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ഈ അനന്തരം അതിനുശേഷം എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് മുമ്പ് എന്താണ് ഉണ്ടായിരുന്നത് നമുക്ക് 3-ാം അധ്യായം 13 വാക്യത്തോട് വായിക്കാം. ഈ അനന്തരം എന്ന് പറയുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. എന്തിനാണ്? യേശു സ്നാനപ്പെടാനായിട്ട് യോഹന്നാന്റെ കീഴിൽ സ്നാനപ്പെടാനായിട്ട് യേശു കർത്താവ് ചെല്ലുന്ന ഒരു ഭാവമാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ യോഹന്നാൻ എന്താണ് പറയുന്നത്? നിന്നാണ് സ്നാനം ഏൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകട്ടെ, അത് നമുക്ക് ഉചിതമാണ്. എന്ന് വെച്ചാൽ യേശു കർത്താവ് പൂർണ്ണ ദൈവമാണ്, അല്ലെ? നമുക്കറിയാം യേശു കർത്താവ് പൂർണ്ണ ദൈവമാണ്. അതുപോലെ പൂർണ്ണ മനുഷ്യനായിട്ടാണ് ഈ ഭൂമിയിൽ വന്നത്, അല്ലെ? പൂർണ്ണ മനുഷ്യനായിട്ട് സ്വർഗത്തിൽ ഇരുന്ന ദൈവം അവൻ ദൈവരൂപത്തിലിരിക്കെ, ഫിലിപ്പിയർ 2:6 പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുഴുവൻ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായിട്ടാണ് കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ നമ്മുടെ കർത്താവ് പൂർണ്ണ ദൈവവുമാണ്, പൂർണ്ണ മനുഷ്യനുമാണ്, അല്ലെ? അപ്പോൾ മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങിയവർ എന്തിനാണെന്ന് അറിയാമോ? നമ്മുടെ സകലരുടെയും പാപത്തിന് പരിഹാരമായി ഒരു പ്രവൃത്തി കർത്താവിന് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ എന്താണെന്ന് നമ്മൾ സ്വർഗത്തിൽ ഇരുന്നോട് കർത്താവിന് ദൈവത്തിന് നമ്മളോട് പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല, അല്ലേ? വലിയ ദൈവം സ്വർഗത്തിൽ ഇരുന്നോട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുമോ? നമ്മൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ നമ്മൾ ഓരോരുത്തർ പറയുന്ന ഒരു കാര്യമുണ്ട്, കുറെ ഉറുമ്പ് ഇങ്ങനെ ഇതിലേ പോവുകയാണ്, അവിടെ കുറച്ച് ഉറുമ്പൂടി ഇട്ടേക്കുന്നു. ഉറുമ്പിയെടുത്ത് നമ്മൾ പറയുന്നത് ഉറുമ്പ് അങ്ങോട്ട് പോകല്ലേ, അവിടെ ഉറുമ്പൂടി ഇട്ടേക്കുന്നത് ഉറുമ്പിന് മനസ്സിലാകും? ഉറുമ്പിന് മനസ്സിലാവില്ല. ഉറുമ്പിന് അത് മനസ്സിലാകണമെങ്കിൽ ഒരു ഉറുമ്പായിട്ട് തന്നെ അതിൻ്റെ അടുത്ത് ചെന്നാലേ അത് മനസ്സിലാവും. അതുപോലെ സ്വർഗത്തിലെ ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ പ്രവർത്തിക്കാനുണ്ട്. അതിനുവേണ്ടി പൂർണ്ണ മനുഷ്യനായിട്ട് കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവിടെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂർണ്ണ മനുഷ്യനായിരിക്കുന്ന ഈ കർത്താവ് സ്നാനപ്പെടാനായിട്ട് നമ്മുടെ യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ ചെല്ലുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്, അല്ലെ? അപ്പോൾ യോഹന്നാൻ പറഞ്ഞപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയെ നിവൃത്തിയാകട്ടെ. കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു തരുന്നത്, അല്ലെ? കർത്താവ് നമ്മൾ എന്ത് ചെയ്യണമോ അതെല്ലാം കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു വെച്ചു പോവുകയാണ്. അതുപോലെ ഇവിടെയും കർത്താവ് നമുക്കൊരു മാതൃക തന്ന് പോവുകയാണ്. അപ്പോൾ എന്താണ് അടുത്ത പറയുന്നത്? യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി അവന്റെ മേൽ വരുന്നത് കണ്ടു. സ്വർഗം തുറക്കുന്നത് കണ്ടു, ദൈവാത്മാവ് പ്രാവുന്ന പോലെ പൂർണ്ണ മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയൊരു അഭിഷേകം തന്റെ പിന്നെയുള്ള പ്രവൃത്തിക്ക് കർത്താവിനും ആവശ്യമായിരുന്നു. ആത്മാവിന്റെ വലിയൊരു അഭിഷേകം ആവശ്യമായിരുന്നു. അപ്പോൾ എന്ത് ഇവിടെ സ്വർഗം തുറക്കുന്നത് കണ്ടു, ദൈവത്തിന്റെ ആത്മാവ് പ്രാവുന്ന പോലെ
ഇറങ്ങി അവന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. അപ്പൊ അങ്ങനെ കർത്താവിന് ഈ പരിശുദ്ധാത്മാവിന്റെ ആവശ്യം ഇത്രമേൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഭൂമിയിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിന് എത്രമാത്രം ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാതെ, ഈ ശക്തി ഇല്ലാതെ, അപ്പൊ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ആ ശക്തി, ആ ആത്മാവിനെ പ്രാപിച്ച ഒരു ശക്തി ഓരോ ദിവസവും കൊടുക്കണം, അല്ലെ? അതാണ് വചനം പറയുന്നത്. അപ്പൊ ആ ആത്മാവിന്റെ അഭിഷേകമില്ലാതെ, ശക്തിയില്ലാതെ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ഒരിക്കലും നമുക്ക് സാക്ഷിയായി ജീവിക്കാൻ കഴിയില്ല. സാക്ഷിയായി ജീവിക്കാനും കഴിയില്ല, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അവസാനം വരെ നിൽക്കാനും നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തത് ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് ചോദിക്കണം. കർത്താവേ, എനിക്ക് പരിശുദ്ധാത്മ, കർത്താവേ എനിക്ക് പരിശുദ്ധാത്മാ തരണമേ തരണമേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയാലും കർത്താവ് തരില്ല. നമ്മൾ ആഗ്രഹത്തോടെ, കർത്താവേ എനിക്ക് പരിശുദ്ധാത്മാവിന് ആവശ്യമാണ്, നിന്റെ ഇഷ്ടം അറിഞ്ഞ് ഞാൻ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ആത്മാവിനെ എനിക്ക് ആവശ്യം. ദാഹത്തോടെ ചോദിക്കണം, ദാഹത്തോടെ ആഗ്രഹത്തോടെ ചോദിച്ചാൽ കർത്താവ് തരും, തീർച്ചയായിട്ടും. അതുപോലെ പ്രാപിച്ചവര് ഓരോരുത്തരും ഓരോ ദിവസവും ശക്തിയെ പുതുക്കി നമ്മൾ ജീവിക്കേണ്ടതും ആവശ്യമാണ്. അപ്പൊ ഇവിടെ കർത്താവിന്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. എന്നിട്ട് ഒരു വാക്യം പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അപ്പൊ ഇവിടെ പിതാവായ ദൈവം ഒരു സാക്ഷിയോട് പറയാണ്, ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗ്ഗത്തിലെ ദൈവം അവനെ കുറിച്ച് സാക്ഷിയും കൂടി പറയാണ്. എന്നിട്ടാണ് എന്താ പറയുന്ന അനന്തരം, ഇത് കഴിഞ്ഞിട്ടാണ് അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അപ്പോൾ ഈ ഇതേ വാക്യം തന്നെ മർക്കോസിന്റെ സുവിശേഷം 1:12-13 പറയുന്നുണ്ട്, ലൂക്കോസ് 1:13 വരെ പറയുന്നുണ്ട്, ഇതേ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി എന്നാണ് നമ്മൾ വായിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു പരീക്ഷണത്തെ കുറിച്ചാണ് പറയുന്നത്. പരീക്ഷണമുണ്ടോ? ദൈവമക്കൾക്ക് പരീക്ഷണമുണ്ടോ? ഉണ്ട്. ദൈവമക്കൾക്ക് പരീക്ഷണമുണ്ട്. ഇപ്പൊ നമ്മൾ വിശ്വാസത്തിൽ വന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വിശ്വാസത്തിന് അടുത്ത പടിയിലേക്ക് പോകണമെങ്കിൽ നമുക്കൊരു പരീക്ഷണമുണ്ട്. 1ാം ക്ലാസ്സിൽ ഇരിക്കുന്ന കൊച്ചിന് പരീക്ഷ ഉണ്ടെങ്കിൽ 2ാം ക്ലാസ്സിൽ കയറാൻ പറ്റും, അല്ലേ? അപ്പൊ നമുക്ക് പരീക്ഷണമില്ലാതെ ഒരിക്കലും നമുക്ക് ഒരു ജയകരമായ ജീവിതം നയിക്കാൻ പറ്റില്ല. നമ്മൾ ഇന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ദൈവമായിട്ട് ബന്ധത്തിൽ വരും. അടുത്ത പരീക്ഷണം വരുമ്പോൾ നമ്മൾ അടുത്ത ഒന്നുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ വരും, അല്ലേ? അപ്പൊ ജീവിതത്തിൽ പരീക്ഷണമുണ്ട്. എന്നാൽ നാം പരീക്ഷിക്കപ്പെടുമ്പോൾ എന്താണ് പറയുക? യാക്കോബ് 1:13 പറയുന്നു, നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയുന്നു. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവരാകുന്നു, അവർ താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. യാക്കോബിന്റെ ലേഖനത്തിൽ. അപ്പൊ ദൈവം നമ്മെ ആരെയും പരീക്ഷിക്കുന്നില്ല, ദൈവം നമ്മെ പക്ഷേ ഒരു കാര്യം ഇവിടെ പറഞ്ഞെന്താണ്? പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അപ്പൊ ദൈവാത്മാവിന്റെ ഒരു അനുവാദമില്ലാതെ ഒരിക്കലും പിശാച് നമ്മളെ പരീക്ഷമായിട്ട് വരില്ല, അല്ലെ? ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാകും, ഒരിക്കലും ദൈവം അനുഭവിക്കാതെ പിശാച് നമ്മളെ പരീക്ഷിക്കാൻ കഴിയില്ല. നമുക്ക് യോബിന്റെ പുസ്തകം 1:6-12 വരെ പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് യോബിനെ പരീക്ഷിക്കാൻ വന്ന ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ കഴിയും. യോബിന്റെ പുസ്തകം 1:6-12 വരെ അവിടെ പറയുന്നത് എങ്ങനെയാണ്? ദൈവ മക്കൾ യഹോവയുടെ സന്നിധിയിൽ നിൽക്കാൻ ചെന്നപ്പോൾ സാത്താനും അതിന്റെ കൂടെ ചെന്നു. അതാണ് അങ്ങനെ വായിക്കുന്നത്. അപ്പോൾ യഹോവയായ ദൈവം സാത്താനോട്, സാത്താനെ നീ എവിടെ നിന്ന് വരുന്നു? അപ്പൊ സാത്താൻ വായിക്കണേ. സാത്താൻ പറഞ്ഞു, ഞാൻ ഭൂമിയിലെല്ലാം ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. വായിക്കും. ഒരു ദിവസം ദൈവഭക്തന്മാർ യഹോവയുടെ സന്നിധിയിൽ നിർവാസിച്ചു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചു. അവരെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് അരുളി ചെയ്തു. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നു. നീ അവനും അവന്റെ വീട്ടിലും അവനുള്ള സകലത്തിനും ചുറ്റും പേര് കെട്ടിയിട്ടില്ലല്ലോ. നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവന്റെ മൃഗസമൃദ്ധ ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക. അവൻ നിന്നെ മുഖത്ത് നോക്കി ധരിച്ചു പറയുമെന്ന് ഉത്തരം പറഞ്ഞു. ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിൽ ഇരിക്കുന്നു. അവന്റെ മേൽ മാത്രം
മക്കൾ കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ടു പുറപ്പെട്ടു പോയി. ഒരു ദിവസം ഇയ്യോബിന്റെ പുത്രന്മാരെ യാത്രയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പരീക്ഷ, ഇയ്യോബിന്റെ മേൽ ഒരു പരീക്ഷ വന്നു അല്ലേ? ദൈവം അനുവദിച്ചു തന്നെയാണ്. ഇതാ അവൻ നിന്റെ കയ്യിൽ ഇരിക്കുന്നു, പക്ഷെ അവന്റെ ശരീരത്തെ ആത്മാവിനെ മാത്രം നീ തൊട്ടു പോകരുത് എന്ന് പറഞ്ഞ് ഇയ്യോബിനെ പരീക്ഷിക്കാനായിട്ട് ഇവിടെ യഹോവയെ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്ന നമ്മൾ കാണുന്നുണ്ടല്ലേ. കൂടുതലൊന്നും അങ്ങോട്ട് ഞാൻ പറയുന്നില്ല, എനിക്ക് ഇയ്യോബിന്റെ കാര്യമാക്കിക്കൊണ്ടല്ലേ. പക്ഷെ പരീക്ഷയുണ്ട്. ഇപ്പൊ നമ്മുടെ വീണയ്ക്ക് ദൈവം കൊടുത്ത ഒരു വാക്യമുണ്ട് അല്ലെ, ആ വാക്യവും ഒരു പരീക്ഷ തന്നെയാണ്. ദൈവം ആ ദൈവസന്നിധിയിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവളാക്കി എടുക്കേണ്ടതിന്, അല്ലെങ്കിൽ തന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വീണയുടെ മേൽ നിറവേറേണ്ടത് ഒരു പരീക്ഷ, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനെ കൂടുതൽ ഒന്നും വിശാലിന് ചെയ്യാൻ കഴിയില്ല. അത് മാത്രമല്ല, നമ്മക്കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു പരീക്ഷയും നമ്മൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓരോരുത്തർക്കും താങ്ങാൻ പറ്റാത്ത പരീക്ഷ മാത്രമേ ദൈവം നമുക്ക് തരൂ. അപ്പൊ പരീക്ഷ ഉണ്ട് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി. പരീക്ഷ ഉണ്ട്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം വിശന്നു. അടുത്ത വാക്യം വായിക്കാം. അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്നു. അപ്പൊ എപ്പോഴാണ് പരീക്ഷകൻ ഇവിടെ യേശു കർത്താവിന്റെ അടുത്ത് വന്നത്? വിശന്നപ്പോഴാണ്. യേശു കർത്താവിന് വിശന്നു. വിശപ്പിന് എന്താണ് ആവശ്യം? ആഹാരം ആവശ്യമാണ് അല്ലെ. അപ്പൊ യേശു കർത്താവിന് വിശന്നപ്പോഴാണ് ഇവിടെ സാത്താൻ അല്ലെ, ഇവിടെ പിശാച് അടുത്ത് വന്നു. എന്നിട്ട് അവൻ പറയുന്നതിനാണ്, നീ ദൈവപുത്രനെങ്കിൽ കല്ലുകളെ അപ്പമായി തീരാൻ കൽപ്പിക്കാം. നീ ദൈവപുത്രനെങ്കിൽ, സാത്താന്റെ മുമ്പ് ഇപ്പൊ യേശുവിന് ഞാൻ ദൈവപുത്രനാണ് എന്ന് തെളിയിച്ചു കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ട്? യേശു കർത്താവിന് അങ്ങനെ ആവശ്യമില്ല. പിതാവോടെ പറഞ്ഞിരിക്കുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ ദൈവം തന്നെ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. പിന്നെ ഈ സാത്താന്റെ മുമ്പിൽ ഞാൻ ദൈവപുത്രനാണ് എന്ന് തെളിയിച്ചു കൊടുക്കേണ്ട ഒരാവശ്യം കർത്താവില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ജീവിതത്തില് നമ്മള് ദൈവ മക്കളാണ്, നീ ഒരു പ്രാർത്ഥനക്കാരിയല്ലേ, നീ ദൈവമക്കളല്ലേ, നീ പൈതലല്ലേ എന്നൊക്കെ നമ്മളെ ആരെങ്കിലും പറഞ്ഞു, നമുക്ക് അവരുടെ മുമ്പ് ആരെങ്കിലും തെളിയിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ദൈവഹിതപ്രകാരം ജീവിച്ച് ദൈവ ഇഷ്ടപ്രകാരം നിന്നാൽ മാത്രം മതി. അതല്ല ഞാൻ ദൈവപുത്രനാണ്, ഇപ്പൊ ഞാൻ അക്ഷരം, നമ്മളൊന്നും അവരുടെ ഒന്നിനും പോകേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ ഇവിടെ വിശന്നപ്പോൾ ആര് വന്നു? പരീക്ഷകൻ വന്നു അല്ലെ. പരീക്ഷകൻ വന്ന പല പരീക്ഷണങ്ങളും അവന്റെ മേൽ ഇട്ടപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? വചനം എടുത്തുപയോഗിച്ചു അല്ലെ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ കൂടിയുള്ള സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എവിടെ എഴുതിയിരിക്കുന്നു? പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം 8:3 എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. കർത്താവ് ഈ വചനം എടുത്താണ് ആരെടുത്ത് എതിർത്തുന്നത്? സാത്താനോട് എതിർത്തുന്നത് അല്ലെ. അപ്പൊ എന്നിട്ട് അവൻ വിട്ടുപോയാ. പിന്നെ പിശാച് അവനെ വിശുദ്ധത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഖിലത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെ കുറിച്ച് അവൻ നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടത് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പിശാച് ഇവിടെ എന്താണ് എടുത്ത് ഉപയോഗിക്കുന്നത്? ദൈവവചനം തന്നെയാണ്. അടുത്ത പ്രാവശ്യം പിശാച് എടുത്തത് ദൈവത്തിന്റെ വചനം തന്നെയാണ്. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം ആവർത്തന പുസ്തകം 6:16 എഴുതിയിട്ടുണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. പരീക്ഷിക്കാനല്ല ദൈവം നമുക്ക് ആ വാക്യം തന്നത്. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പാളിച്ചകൾ വരുമ്പോൾ, എവിടെയെങ്കിലും വീഴ്ചകൾ വരുമ്പോൾ കർത്താവ് നമ്മളെ തക്ക സമയത്ത് താങ്ങും. നമ്മൾ കാല് കള്ളിൽ തട്ടി പോകാതെ കൊണ്ട് കർത്താവ് നമ്മെ താങ്ങും അല്ലെ. അത് നമ്മുടെ ഉറപ്പാണ്, അത് നമ്മുടെ വിശ്വാസമാണ്. അതല്ലാതെ അവിടെയും കർത്താവ് ഇങ്ങനെ ഏറ്റുപറഞ്ഞു. പിന്നെ എന്നിട്ട് പിശാചവനെ വിട്ടുപോയില്ല. പിശാചവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലുള്ള സകല രാജ്യങ്ങളും അവയുടെ മഹത്വവും കാണിച്ചു. വീണ്ടും എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് പറഞ്ഞു. യേശുവിനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ അല്ല നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നവരോ. ആവർത്തന പുസ്തകം 5:8-9 ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. വേറൊരു സ്ഥലത്ത് പറയുന്ന കുറച്ചു കാലത്തേക്ക് അവനെ വിട്ടുപോകുന്നു. അപ്പൊ ഇവിടെ ഇത് ദൈവം പറഞ്ഞപ്പോൾ എന്താണ്? സാത്താനെ വീണ്ടും നമസ്കരിക്കാനൊന്നും അല്ല നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ഇപ്പോൾ വന്നത് അല്ലെ.
ഈ ഭൂമിയിൽ ഒരു രാജ്യം പിടിച്ചടക്കി ഒരു രാജാവായിട്ടിരുന്ന് വാഴാനല്ല നമ്മുടെ കർത്താവ് ഇപ്പോൾ വന്നത്. എന്തിനു വേണ്ടി വന്നത്? അവന് വേറെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടാണ് ദൈവം ഇങ്ങോട്ട് അയച്ചത്. പാപികളായിരിക്കുന്ന സകല മനുഷ്യവർഗത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് കാൽവരിയിൽ ഒരു പ്രവൃത്തി അവന് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. പാപത്തെ കുറിച്ച് അവൻ നമ്മോട് സംസാരിക്കാൻ വന്നവനാണ്, അല്ലെ? നമ്മോട് ഒരുപാട് കാര്യങ്ങൾ നമ്മെ അറിയിക്കാനാണ് സ്വർഗത്തിലിരുന്ന മഹിമകളെല്ലാം വിട്ടിട്ട് ഇവിടെ വന്നത്. പാപത്തെ കുറിച്ച്, എന്താണ് പാപം? പല സ്ഥലങ്ങളും ലോകസൗഖ്യം കർത്താവ് കൊടുക്കുമ്പോൾ അവളെ ഇനി നീ പാപം ചെയ്യരുത്, ഇനി നീ പാപം ചെയ്യരുത്. ആ പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, എങ്ങനെ നമ്മൾ ഒരു വിശുദ്ധ ജീവിതം നയിക്കണം, ഇങ്ങനെ ഒരു നീതിയെ കുറിച്ച് നമ്മെ പഠിപ്പിക്കാനാണ് കർത്താവ് വന്നത്. സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്ന ഇതിനാണ്. പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, ഇനിയൊരു ന്യായവിധിയുണ്ട്. നിങ്ങൾ ആ ന്യായവിധിയിൽ നിങ്ങൾ അകപ്പെട്ടു പോകാതെ ഈ സ്വർഗത്തിൽ നിങ്ങൾ എങ്ങനെ വന്ന് എത്തിച്ചേരണം, ഇതൊക്കെയും പഠിപ്പിക്കാനാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. അല്ലാതെ ഈ ഭൂമിയിൽ ഒരു രാജ്യം പിടിച്ചടക്കി ഒരു കസേരയിട്ട് അവിടെ വാഴാനായിട്ട്, രാജാവിന് വാഴാനായിട്ടല്ല കർത്താവിന്റെ ഇപ്പോഴത്തെ വരവ്. അത് പിശാചിനെ, പിശാച് പറയേണ്ടതാണ്, നീ ദൈവപുത്രനെങ്കിൽ, നീ ദൈവപുത്രനെ. എല്ലായിടത്തും ഉപയോഗിക്കുന്ന പദം ഇതാണ്, നീ ദൈവപുത്രനെങ്കിൽ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പലരും നമ്മളോട് പറയും, നീ പ്രാർത്ഥനാകാരിയല്ലേ, നീ പ്രാർത്ഥിക്കുന്നവളല്ലേ, നീ ഒരു ദൈവവൈദ്യല്ലേ. ഇതുപോലെ പലരും വന്ന് നമ്മളെ ഇങ്ങനെ കുത്താനാണ് അവർ വരുന്നത്, അല്ല വേറൊന്നിനല്ല. നീ ദൈവപുത്രനെങ്കിൽ, നീ ദൈവപുത്രൻ, ഇത് അവൻ ഒരു കുത്ത്. അതിന് നമ്മൾ അവിടെ നിന്ന് വീണു കൊടുക്കണ്ട. നമ്മൾ ദൈവ മക്കളാണ്, പ്രാർത്ഥനക്കാരാണ് എന്ന് അവർക്ക് തെളിയിച്ചു കൊടുക്കുകയും വേണ്ട. അത് നമ്മൾ ശരിയായ രീതിയിൽ ജീവിച്ച് ദൈവത്തിന് മഹത്വം ജീവിച്ചാൽ നോക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒന്നുകൂടി നമുക്ക് വായിക്കാം. 2ാമത്തെ വാക്യം, അവൻ 40 പകലും 40 രാവും ഉപവസിച്ചിട്ട് അവൻ വിശന്നു. അപ്പൊ വിശന്നപ്പോഴാണ് പരീക്ഷകൻ അടുത്ത് വന്നത്, അല്ലെ? അതുപോലെ നമ്മുടെ ജീവിതത്തിലും അവന് വിശന്നപ്പോൾ കർത്താവിന് അപ്പം ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ ആഹാരം ആവശ്യമായിരുന്നു, അല്ലെ? വിശക്കുന്നവർക്ക് ആഹാരം ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലും ചില വിശപ്പുകൾ വരും, ചില ആവശ്യപ്പെട്ട് കർത്താവിന് അപ്പമായിരുന്നു, ആഹാരമായിരുന്നു എന്ന് ആവശ്യം അതായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല ആവശ്യങ്ങളും നമുക്കുണ്ടാകും. പല ആവശ്യങ്ങളും വരുമ്പോൾ പിശാച് ഇതുപോലെ നമ്മുടെ അടുക്കയും വരും. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മുടെ ഈ ഒരു കൊച്ചുകൂട്ടത്തിന്റെ അകത്തുള്ള കാര്യം മാത്രം നമുക്ക് പറയാം. വലിയ സഭകളിലുള്ള കാര്യങ്ങളും നമുക്ക് എടുക്കണ്ട. നമുക്ക് ഈ ഒരു കൊച്ചുകൂട്ടത്തിനകത്ത് പല ആവശ്യങ്ങളും നമുക്കുണ്ട്, അല്ലെ? പല വിശപ്പുകളും നമുക്കുണ്ട്, പല ആവശ്യം നിറവേറുണ്ട്. ഒന്ന് പറയുകയാണെങ്കിൽ പലരും കടബാധ്യതകളുള്ളവരുണ്ട്, ബാങ്ക് ലോണൊക്കെ വെച്ചിരിക്കുന്നവരുണ്ട്. നമ്മൾ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് നമ്മൾ തൂത്തോണ്ട് പോകുമ്പോഴത്തേക്ക് ഒരു 2-3 പവന്റെ മാല പിറ്റം തൂത്തപ്പോ കിട്ടിയ പിശാച് നമ്മളോട് ഉപദേശിക്കും, എട് നിന്റെ ലോണൊക്കെ അടച്ചു തീർക്കാൻ ഇത് മതിയാവും, നിനക്ക് സ്വസ്ഥമാകും, കട എല്ലാം അടച്ചു തീർത്ത് നിനക്ക് സ്വസ്ഥമായി എടുത്തോ. നമ്മൾ എടുക്കുമോ? അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത്, മോഷ്ടിക്കരുത്, അല്ലേ? അപ്പൊ നമ്മൾ എന്താണ് പറയേണ്ടത്? നമുക്കൊരു വചനമുണ്ട്. നമ്മളെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് എടുത്തുകൊണ്ട് പോയി നമ്മൾ കടം വീട്ടിയെന്നും പറഞ്ഞ് നമുക്ക് സ്വസ്ഥത വരുമോ? ഒരിക്കലും ദൈവം നമുക്ക് സ്വസ്ഥത തരുന്നില്ല, അല്ലെ? എന്താണെങ്കിൽ നമ്മുടെ അധ്വാന ഫലമല്ല, ഇത് മറ്റൊരു വ്യക്തിയുടെ അധ്വാന ഫലമാണ്. അപ്പോൾ നമ്മൾ എവിടെയും ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ഇതാ ഓർക്കേണ്ടത്, എന്റെ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, മോഷ്ടിക്കരുത്, അന്യന്റെ മുതൽ നീ ആഗ്രഹിക്കരുത് എന്ന് എന്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ വചനം എടുത്ത് നമുക്ക് എന്തൊക്കെ നമ്മുടെ ഈ ഭൂമിയിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നമുക്ക് ഈ ബൈബിളിൽ നമുക്ക് എന്താവശ്യമുണ്ടോ ഇതിനകത്ത് ഇല്ലാത്തതൊന്നുമില്ല. ഇത് വായിച്ചു നോക്കിയാലേ നമുക്ക് ഇവിടെയൊക്കെ എതിർത്ത് നിൽക്കാൻ പറ്റും. പിശാചിനോട് നമ്മൾ അത് വചനമെടുത്ത് നമ്മൾ എതിർത്ത് നിൽക്കണം, അല്ലെ? അല്ലാതെ നമ്മൾ അതിൽ കൊണ്ടുപോയി വിറ്റ് കടം എല്ലാം തീർത്തുനിന്ന് പോയി നമുക്ക് ഒരിക്കലും ഒരു സ്വസ്ഥത വരുന്നില്ല. പിന്നെ അടുത്തത് നമുക്ക് വേറൊരു വിശപ്പ് ഞാൻ പറയാം. നമ്മുടെ ഒരുപാട് യൗവനക്കാരായ കുഞ്ഞുങ്ങളുണ്ട്, വിവാഹപ്രായം ആയവരുണ്ട്, വിവാഹപ്രായം ആയി വരുന്ന കുഞ്ഞുങ്ങളുണ്ട്, അല്ലേ? അപ്പൊ ഇവർക്ക് എന്താണ് വിശപ്പ്? ഇവരുടെ മാതാപിതാക്കളുടെ വിശപ്പ് എന്താണ്? വിവാഹപ്രായമായിരുന്നു. നമ്മുടെ സഭയിൽ അധികം പേരില്ല, പക്ഷെ വിവാഹപ്രായമായ ഒരു കൊച്ചിന് എന്താണ് വിശപ്പ്? അല്ലെങ്കിൽ അവരുടെ രക്ഷാകർത്താക്കൾക്ക് എന്താണ് വിശപ്പ്? അവരുടെ ആവശ്യം എന്താണ്? ഇവിടെ യേശു കർത്താവിന് ആഹാരമായിരുന്നു ആവശ്യം. നമ്മുടെ ആവശ്യം എന്താണ്? നമുക്ക് നല്ല ഒരു പയ്യനെ വേണം, അല്ലെ? നല്ല ഒരു പയ്യനെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള വിശ്വാസികളിൽ തന്നെ ചിലർ വന്ന് പറയുക, അവിടെ ഒരു നല്ല പയ്യനുണ്ട്, നല്ല കാണാൻ സുന്ദരനാണ്, നല്ല സമ്പത്തുകൾ, നല്ലൊരു വീടുണ്ട്, പണമൊക്കെ ഇഷ്ടപ്പെട്ട, നല്ല സ്വഭാവത്തിനാണെങ്കിൽ നല്ല സ്വഭാവമാണ്.
നമുക്കതൊന്ന് നോക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? അതിന്റെ കൂടെ അതേ സമയത്ത് വേറൊരു ദൈവ വൈദ്യനും കൂടി അതേ സമയത്ത് ഒരു ആലോചനയുമായിട്ട് വരും. അവന് ഒരുപക്ഷെ വലിയ സമ്പത്തൊന്നുമില്ല, കാണാൻ വലിയ സൗന്ദര്യമില്ലായിരിക്കാം, പക്ഷേ നമ്മൾ ഏത് തിരഞ്ഞെടുക്കും? അവിടെയാണ് ദൈവം നമ്മെ പരിശോധിക്കുന്നത്. ഇത് നമ്മൾ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വചനമുണ്ട്, 2 Corinthians 6:14 പറയുന്നു, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. ദൈവം നമുക്ക് വചനം തന്നിട്ടുണ്ട് അല്ലെ? ഒരു അവിശ്വാസിയും ഒരു വിശ്വാസിയും വരുമ്പോൾ നാം ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? മാതാപിതാക്കളാണ് നമ്മൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഏറ്റവും പണമുള്ള ഒരു പൈതനെ നമ്മൾ തിരഞ്ഞെടുത്താൽ അവനെല്ലാം ഉണ്ട്, സ്വഭാവം വേറുന്നല്ല. അവന്റെ സ്വഭാവം എപ്പോ മാറാമെന്ന് നമുക്കറിയാൻ പറ്റില്ല അല്ലെ? നമ്മളെ കൂട്ടത്തിൽ തന്നെ നല്ല സമ്പത്തുള്ള ഒരാളിന് വന്ന ഒരു അനുഭവം കൂടിയുണ്ട്. ഇന്നും അവർ അനേകരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്, പണത്തിനൊന്നും ഒരു കുറവില്ല. പക്ഷെ അവരൊരു അവിശ്വാസിയെ കെട്ടിയതിന്റെ പേരിൽ ഇന്ന് ആ കുടുംബം 2 2 ഒരു കൊച്ചുണ്ട്, പണത്തിനൊന്നും ഒരു കുറവുമില്ല, ഒരു മോളുണ്ട്. പക്ഷെ ആ ഭാര്യയും ഭർത്താവും 2 2 പണത്തിന് കുറവുണ്ടായിട്ടാണോ? സൗന്ദര്യത്തിന് കുറവുണ്ടോ? ഒന്നിനും ഒരു കുറവില്ല. പക്ഷേ ആ കുടുംബം ഇന്ന് 2 2 അപ്പൊ നമ്മളിവിടെ തിരഞ്ഞെടുക്കേണ്ടത് ദൈവത്തിന്റെ വചന അടിസ്ഥാനത്തിൽ ദൈവം എന്താണ് നമ്മളോട് കൽപ്പിച്ചത്. നിങ്ങൾ അവിശ്വാസികളുമായി ഇണയില്ലാ പിണ കൂടരുത്. നമ്മളെപ്പോഴും ചിലപ്പോൾ ഒരുപക്ഷെ വിശ്വാസികൾ തന്നെ കൊണ്ടുവന്നിരുന്നാലും നമ്മളപ്പം പറയണം, വേണ്ട, ഞങ്ങൾക്ക് ഒരു ദൈവ പൈതലിനെ, നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ദൈവ പൈതലിനെ, ദൈവത്തിന് വേണ്ടി നിൽക്കുവാനായിട്ട്, അവസാനം നിൽക്കുവാനായിട്ട് ആഗ്രഹമുള്ള ഒരു പൈതലിനെയാണ് നമുക്ക് ആവശ്യം. ദൈവം പറഞ്ഞിട്ടുണ്ട് വചനത്തിലല്ലേ, ഇണയില്ലാ പിണ കൂടരുത്. അപ്പൊ നമ്മൾ ഏത് തിരഞ്ഞെടുക്കണം? ദൈവവചനത്തിൽ നമ്മൾ നിൽക്കുമോ, അതോ നമ്മൾ അപ്പൊ തൽക്കാലമുള്ള ആ സമ്പത്ത് കൊണ്ടുകൊണ്ട് നമ്മൾ വീണ് പോകുമോ? ഇവിടെ കർത്താവ് വീണ് പോയിരുന്നുവെങ്കിൽ കർത്താവിന്റെ അടുത്ത പിശാച് പറഞ്ഞു, നീ വീണൊന്ന് എന്നെ നമസ്കരിച്ചാൽ മതി, ഈ ലോകത്തിലുള്ള സകലം ഞാൻ നിനക്ക് തരാം എന്ന് കർത്താവിന്റെ അടുത്ത് പിശാച് പറഞ്ഞപ്പോൾ അന്ന് കർത്താവ് വീണ് നമസ്കരിച്ചിരുന്നു എങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ആരെങ്കിലും ഇവിടെ ഇരിക്കുമായിരുന്നു? ഇരിക്കില്ല. അതോടെ തീർന്നു അല്ലേ? അതോടെ തീർന്നു. കർത്താവ് അയച്ച ദൗത്യം എല്ലാം അവിടെ മുടങ്ങി, അതോടെ തീർന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ദൈവവചനം അടിസ്ഥാനത്തിൽ കർത്താവ് നീ എന്നോട് എന്ത് പറയുന്നു, എനിക്ക് അതാണ് എന്റെ സന്തോഷം, എന്റെ സമാധാനം, എന്റെ ഐശ്വര്യം, അതാണ് കർത്താവ്. അതല്ലാതെ ഞാൻ മറ്റൊന്നിലേക്ക് ഞാൻ ചായയില്ല. ദൈവവചനം എടുത്ത് നമ്മൾ അപ്പോഴും പിശാചിനോട് നമ്മൾ എതിർത്ത് നിൽക്കണം. പിന്നെ വേറൊരു കാര്യം, ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. നമുക്ക് സ്ഥലമില്ല, വസ്തുവില്ല, വീടില്ല അല്ലേ? അപ്പൊ നമ്മളിപ്പോ ഒരു വസ്തുവിന് വേണ്ടി നോക്കി നടക്കുകയാണ്, ഒരു വീടിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് ഗവൺമെന്റിൽ നിന്നും കുറച്ച് പൈസ കിട്ടുന്നത്. ഗവൺമെന്റിൽ നിന്ന് നമുക്ക് കുറച്ച് പൈസ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീടില്ലല്ലോ, നമ്മളിങ്ങനെ പോണ വഴിയൊക്കെ നോക്കാം, സ്കൂട്ടറിൽ ഇരിക്കുമ്പോൾ എല്ലാവരും നോക്കും, അങ്ങനെ ഓരോ നല്ലൊരു വീട്, മനോഹരമായ ഒരു വീട്, ഇതുപോലുള്ള ഒരു വീട് എനിക്ക് വയ്ക്കണം എന്ന് നമ്മൾ ചിന്തിക്കും അല്ലെ? എന്നാൽ എന്റെ കയ്യിൽ പൈസ, വീട് വെക്കാം, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഹല്ലേലൂയ, പലരും ഉറങ്ങുന്നുണ്ട്, ഹല്ലേലൂയ, ഇത് അറിയേണ്ടവരാണ് പലരും ഉറങ്ങുന്നത്. അതുകൊണ്ടാണ് പിശാചിന്റെ തന്ത്രം. അപ്പൊ അതുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കി നടക്കുമ്പോൾ നല്ലൊരു വീട്, മനോഹരമായ വീട്, അല്ലെങ്കിൽ നമ്മൾ ആ ഇടയ്ക്ക് പാല് കാച്ചാൽ പോയപ്പോൾ കൊള്ളാം, നല്ലൊരു വീട്, ഇതുപോലൊരു വീട് എനിക്ക് വെക്കണം അല്ലെ? നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് ആഗ്രഹം ഉണ്ടാവും. എന്നാൽ നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ വെക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ കാശില്ല എങ്കിൽ, ഇപ്പോൾ ഇപ്പൊ പിശാച് പറയുന്നു, നീ അതുപോലൊരു വീട് വൈ, നല്ല വീടല്ലേ, അതുപോലെ ഒരു വീട് വൈ നീ. പക്ഷേ അപ്പൊ പറയും, അയ്യോ എന്റെ കയ്യിൽ കാശില്ല, അതിനെന്ത് ലോൺ ഉണ്ട്, എന്തായാലും ഇപ്പോഴത്തെ ലോൺ നിങ്ങൾ അടച്ചിട്ട് ഏതാണ്ട് തീർന്നല്ലോ, നീ ഒരു അടുത്ത ലോൺ എടു എന്ന് പറയും. നമ്മൾ എന്ത് ചെയ്യും? ശരിയാണ്, ദൈവമായിരിക്കും എന്റെ എങ്ങനെയാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യും? പോയി അങ്ങോട്ട് വലിയ ലോൺ എടുത്തിട്ട് ഒരു അടിപ്പോൾ വീടൊക്കെ വെച്ച് മറ്റുള്ളവരോട് അവരുടെയൊക്കെ കൊള്ളാം നല്ല വീടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? നമ്മുടെ സ്വസ്ഥത പോകും. അടുത്ത മാസം കൊണ്ട് നമ്മൾ ലോൺ അടയ്ക്കണം. അതുവരെ ഉണ്ടായിരുന്ന ലോണെല്ലാം അടച്ച് ഒന്ന് സ്വസ്ഥതയായി വന്നപ്പോഴാണ് അടുത്തതാ കിടക്കുന്നത് കൊണ്ടിട്ട് വരും പിശാച്. ഇനി നിന്റെ സ്വസ്ഥത പോയി അല്ലേ? ഇനി വീട് മാത്രം കണ്ട് സുഖിച്ച് അവിടെ ഇരുന്നാൽ മാത്രം മതി, സ്വസ്ഥത പോയി. ഇനി ഓടി ജോലി ചെയ്ത് അധ്വാനിച്ച് പോകുന്ന
ഇപ്പൊ നമുക്ക് ഇവിടെ വീട് വെക്കാനുള്ള 2 മണിയാണ്. പിന്നെ എന്ത് പറ്റുമെന്ന് അറിയാമോ? കുറെ പശുക്കളെ കൂടെ മേടിപ്പിച്ചു, കുറെ അതിന്റെ പുറകെ ഓടേണ്ടി വരും. ആരാധനയ്ക്ക് വരാൻ നേരമില്ല, കൂട്ടായ്മയ്ക്ക് വരാൻ നേരമില്ല. ഒന്നിനും നേരമില്ലാതെ നമ്മയിട്ട് കഷ്ടപ്പെടുത്തി നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം എല്ലാം കളഞ്ഞ് പിഴിഞ്ഞ് അവർ നമ്മെ അവസാനം പറ്റുന്നതിനായിരിക്കും. 1 മാസം നമ്മൾ അസുഖമായിട്ടൊന്ന് കിടന്നു പോയാൽ, 1 മാസം കിടന്നു പോയാൽ ആ മാസത്തിൽ ഓടിക്കാൻ പറ്റാതെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതോടെ തീർന്നു. ഇത് അവസാനം കൊണ്ടുപോകുന്നത് ആരാണ്? കൊണ്ടുപോകും. ലൂക്കോസിന്റെ സുവിശേഷം 14:22-30. അപ്പോൾ വചനം തന്നെ ഇങ്ങനെ നമ്മെ ഉപദേശിക്കുന്നുണ്ട്. ഒരു മനുഷ്യനൊരു ഗോപുരം പണിയാൻ ഇച്ഛിച്ചാൽ ആദ്യം വരുന്ന കണക്ക് നോക്കണം, അല്ലെ? ആ കണക്ക് നോക്കിയിട്ട് ആ കണക്കിനകത്തുള്ള വീട് നമുക്ക് മതി. അതല്ല അതിന്റെ അപ്പുറം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് നമുക്ക് വേണ്ട, നമ്മൾ സ്ഥലത്തിനെ കെട്ടാമല്ലോ, നമുക്ക് അതിനുള്ള സ്ഥലം ഇട്ടുന്നാൽ മതി. നമ്മൾ കണക്ക് കൂട്ടി സകലത്തിനും നമ്മൾ കണക്ക് നോക്കി നമ്മളെ കൈക്ക് ഒതുങ്ങുന്നതാണോ എന്നുള്ള കണക്ക് നോക്കി ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഒരു ഗോപുരം പണിയാനായിട്ട് ഒരു മനുഷ്യൻ തുടങ്ങുമ്പോൾ അത് പണിതിട്ട് അവസാനം അടിസ്ഥാനം ഇട്ടിട്ട് തീർക്കാൻ വകയില്ലാതെ നാണം കിടുന്നതിനേക്കാളും നമ്മൾ ദൈവവചനാടിസ്ഥാനത്തിൽ വചനം പറയുന്നത് പോലെ നമ്മുടെ കയ്യിലുള്ള കാശിന് ഒത്തവണ്ണം നമ്മള് ദൈവവചനത്തിന് ഒത്തവണ്ണം നമ്മൾ പ്രാർത്ഥിച്ച് ഇതിന് ഒത്തവണ്ണം നമ്മൾ ദൈവഹിതപ്രകാരം നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് മുമ്പോട്ട് നമ്മളെ നടത്തും. അതിനൊരു സംശയമില്ല. കർത്താവ് നമ്മളെ മുമ്പോട്ട് മനോഹരമായിട്ട് തന്നെ ഒരു വീട് പണിയാനുള്ള വക ദൈവം ഒരുക്കി തരും. പിന്നെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് പിന്നെ ആരോഗ്യം തരും, ദൈവസന്നിധി ഇരിക്കാനായിട്ടുള്ള സമയം ഒരുക്കി തരും. മറ്റത് ഒന്നുമില്ലാതെ നമ്മൾ ആകപ്പാട് നമ്മളെ ഇട്ട് കഷ്ടപ്പെടുത്തി നമ്മളെ മനസമാധാനവും പോയി, സ്വസ്ഥതയും പോയി. അങ്ങനത്തെ ഒരു അവസ്ഥ വരാതെ കർത്താവിന്റെ വചനം പറയുന്നത് പോലെ കണക്ക് കൂട്ടി ഇതിനകത്ത് എത്ര ചെയ്യാൻ പറ്റും എന്നുള്ള കണക്ക് കൂട്ടി കാര്യങ്ങളെല്ലാം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ കർത്താവ് ആർക്കും കടക്കാനല്ല, അവരുടെ സന്നിധിയിൽ വരാനുള്ള സമയം നമ്മൾ നഷ്ടപ്പെടുത്താതെ നമ്മൾ ആ വിധത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. കർത്താവ് ആർക്കും കടക്കാനല്ല, അവൻ സമൃദ്ധിയായി നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരാൻ മനസ്സുള്ള എന്റെ മക്കൾ എന്നും അനുഗ്രഹം പ്രാപിക്കണം എന്ന് മാത്രമാണ് നമ്മുടെ കർത്താവിന്റെ ആഗ്രഹം. ഒരിക്കലും എന്റെ മക്കൾ നശിച്ചു പോകരുത്, ഇതാണ് നമ്മുടെ കർത്താവിന്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ സന്നിധി പ്രാർത്ഥനയോടെ നമ്മൾ ആ ഭവനം പണിയണമെങ്കിൽ എത്ര മനോഹരമായി സ്വസ്ഥതയോടെ ആ ഭവനത്തിൽ പാർക്കാൻ നമ്മുടെ കർത്താവ് നമുക്ക് ആരോഗ്യം തരും, ബലം തരും. മുമ്പോട്ടുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് ഏറ്റെടുത്ത് നടക്കും. അങ്ങനെ ദൈവവചനം കർത്താവ് നമ്മുടെ ദൈവത്തിന്റെ കർത്താവ് വചനമെടുത്ത് എതിർത്ത് നിന്നതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും വചനപ്രകാരം നമ്മൾ മുമ്പോട്ട് പോകാനൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ദൈവം നമുക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്താൻ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. ഒരപ്പൻ കരം പിടിച്ച് നടക്കുന്നത് പോലെ, ഒരപ്പൻ നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് പോലെ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. എല്ലാം നടത്തി തരാൻ ദൈവം മനസ്സൊരുക്കമുള്ള ഒരു ദൈവമാണ്. ഈ വചനങ്ങൾ കൊണ്ട് നിങ്ങൾ എല്ലാവരും ദൈവം